അനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. പ്രഭാഷകൻ 48-ാം അധ്യായത്തിലെ വായന. ഹെഡിങ്: ഏലിയ. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. 2 അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവൻ്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. 3 കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. 3 പ്രാവശ്യം അഗ്നി ഇറക്കി. 4 ഏലിയ, അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ! അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? 5 അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. 6 നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു. 7 നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു. 8 ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. 9 ആഗ്നേയാശ്വങ്ങളെയും ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. 10 ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. 11 നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. 2ാമത്തെ സബ് ഹെഡിങ്: എലീഷ. 12 ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. ഏലീഷായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. 13 ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. 14 ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 15 ഇതെല്ലാം കണ്ടിട്ടും ജനം അനുതപിച്ചില്ല, പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെ അവശേഷിച്ചു. 16 ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. 3ാമത്തെ സബ് ഹെഡിങ്: ഹെസക്കിയ, ഏശയ. 17 ഹെസക്കിയ തൻ്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുറന്നു, കുളങ്ങൾ കുഴിച്ചു. 18 അവൻ്റെ നാളുകളിൽ സെന്നാകെരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ശക്കയെ അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാരജൽപ്പനം മുഴക്കി. 19 അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി, കരങ്ങൾ വിറച്ചു. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിനവ്യഥ അനുഭവിച്ചു. 20 അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ഏഷ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. 21 കർത്താവ് അസിറിയക്കാരുടെ പാളയം തകർത്തു, അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. 22 എന്തെന്നാൽ
ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനും ആയ ഏശയ്യാ പ്രവാചകൻ്റെ പ്രബോധനമനുസരിച്ച് അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. 23 അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു, അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു. 24 ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചു കൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 25 കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ അവൻ വെളിപ്പെടുത്തി. ഇനി ഇതിൽ 48-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. പ്രഭാഷകൻ 48-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്ത്? ഉത്തരം ഏലിയ. 2. 1-ാം വാക്യപ്രകാരം ഏലിയ ആരെന്നാണ് പറയുന്നത്? ഉത്തരം പ്രവാചകൻ. 3. ഏലിയ എപ്രകാരമാണ് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം അഗ്നി പോലെ. 4. ഏലിയായുടെ വാക്കുകൾ എന്തുപോലെയാണ് ജ്വലിച്ചത്? ഉത്തരം പന്തം പോലെ. 5. ജനങ്ങളുടെ മേൽ ക്ഷാമം വരുത്തിയത് ആർ? ഉത്തരം ഏലിയ. 6. ജനങ്ങളുടെ എണ്ണം ചുരുങ്ങിയത് ആരുടെ തീഷ്ണതയാൽ ആണ്? ഉത്തരം ഏലിയായുടെ. 7. കർത്താവിൻ്റെ വാക്കുകൊണ്ട് ആകാശവാതിലുകൾ അടച്ചത് ആർ? ഉത്തരം ഏലിയ. 8. ആരുടെ വാക്കുകൾ കൊണ്ടാണ് ആകാശവാതിലുകൾ അടച്ചത്? ഉത്തരം കർത്താവിൻ്റെ. 9. എത്ര പ്രാവശ്യം ഏലിയ അഗ്നി ഇറക്കിയെന്നാണ് പറയുന്നത്? ഉത്തരം 3 പ്രാവശ്യം. 10. അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ എന്ന് വിശേഷിപ്പിച്ചത് ആർ? ഉത്തരം ഏലിയ. 11. അത്ഭുത പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം ഏലിയായെ. 12. അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് എന്തു ചെയ്തു? ഉത്തരം ഒരു ജഡത്തെ ഉയർപ്പിച്ചു. 13. അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് ഏലിയ ഒരു ജഡത്തെ ഉയർപ്പിച്ചത് എവിടെ നിന്ന്? ഉത്തരം മരിച്ചവരുടെ ഇടയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന്. 14. രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിച്ചത് ആർ? ഉത്തരം ഏലിയ. 15. പ്രസിദ്ധന്മാരെ ഏലിയ എന്തു ചെയ്തു? ഉത്തരം പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കി. 16. ഏലിയ ഭീഷണികൾ ശ്രവിച്ചത് എവിടെ വെച്ച്? ഉത്തരം സീനായിൽ വെച്ച്. 17. ഹോറബിൽ വെച്ച് ഏലിയ എന്താണ് ശ്രവിച്ചത്? ഉത്തരം പ്രതികാരത്തിൻ്റെ വിധികൾ. 18. ശിക്ഷ നടത്താൻ ഡാഷ് നിന്നെ പിന്തുടരാൻ ഡാഷും നീ അഭിഷേകം ചെയ്തു പൂരിപ്പിക്കുക. 1 രാജാക്കന്മാരെ, 2 പ്രവാചകന്മാരെ. 19. എന്തിനെ ബന്ധിച്ച രഥത്തിലാണ് അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ സംഭവിക്കപ്പെട്ടത്? ഉത്തരം ആഗ്നേയ അശ്വങ്ങളെ. 20. ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ എന്ത് ചെയ്യാനാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത്? ഉത്തരം തണുപ്പിക്കാൻ. 21. പിതാവിൻ്റെ ഹൃദയത്തെ എവിടേക്ക് തിരിക്കുന്നതിനാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത്? ഉത്തരം പുത്രനിലേക്ക്. 22. യാക്കോബിൻ്റെ ഗോത്രങ്ങളെ എന്ത് ചെയ്യാനാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത്? ഉത്തരം പുനഃസ്ഥാപിക്കുന്നതിന്. 23. ആരെല്ലാം അനുഗ്രഹീതരെന്നാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ഏലിയായെ കണ്ടവരും ഏലിയായുടെ സ്നേഹത്തിന് പാത്രമായവരും. 24. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ. അവർ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം ജീവിക്കും. 25.
ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തപ്പോൾ ഏലീഷായിൽ എന്ത് നിറഞ്ഞു? ഉത്തരം ചൈതന്യം. 26 ജീവിതകാലത്ത് ഏലിയ അധികാരികളുടെ മുമ്പിൽ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം ഭയന്ന് വിറച്ചില്ല. 27 ഏലീഷ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കാതിരുന്നത് എപ്പോൾ? ഉത്തരം ജീവിതകാലത്ത്. 28 ഏലീഷ ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും അവൻ ഡാഷ് ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 29 ഇതെല്ലാം കണ്ടിട്ടും ജനം എന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നത്? ഉത്തരം അനുദപിച്ചില്ല, പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. 30 ജനത്തെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയത് എവിടെ നിന്ന്? ഉത്തരം സ്വദേശത്ത് നിന്ന്. 31 ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് അവശേഷിച്ച ചിലർ എങ്ങനെ ജീവിച്ചുവെന്നാണ് പറയുന്നത്? ഉത്തരം ദൈവത്തിന് പ്രീതികരമായി. 32 മറ്റുള്ളവർ എങ്ങനെ ജീവിച്ചുവെന്നാണ് പറയുന്നത്? ഉത്തരം പാപത്തിൽ മുഴുകി. 33 48-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം ഹെസക്കിയ ഏശയ്യ. 34 ഹെസക്കിയ തൻ്റെ നഗരം എങ്ങനെ ഉറപ്പിച്ചു? ഉത്തരം മതിൽ കെട്ടി. 35 ഹെസക്കിയ നഗരത്തിൽ എന്ത് പ്രവർത്തിച്ചു? ഉത്തരം ജലം കൊണ്ടുവന്നു. 36 ഹെസക്കിയ പാറ തുരന്നത് എന്തുകൊണ്ട്? ഉത്തരം ഇരുമ്പ് കൊണ്ട്. 37 ഹെസക്കിയ പാറ തുരന്ന് എന്താണ് കുഴിച്ചത്? ഉത്തരം കുളങ്ങൾ. 38 ഹെസക്കിയായുടെ നാളുകളിൽ ആരാണ് രാജ്യം ആക്രമിച്ചത്? ഉത്തരം സെന്നാകരീബ്. 39 ഹെസക്കിയായുടെ നാളുകളിൽ സെന്നാകരീബ് ആരെ അയച്ചുവെന്നാണ് പറയുന്നത്? ഉത്തരം റബ്ശക്കായെ. 40 റബ്ശക്ക സിയോനെതിരെ എന്തു ചെയ്തു? ഉത്തരം കരം ഉയർത്തി. 41 റബ്ശക്ക അഹങ്കാര ജൽപ്പനം മുഴക്കിയത് ആർക്കെതിരെ? ഉത്തരം സിയോനെതിരെ. 42 റബ്ശക്ക സിയോനെതിരെ കരമുയർത്തി എന്തു ചെയ്തു? ഉത്തരം അഹങ്കാര ജൽപ്പനം മുഴക്കി. 43 ജനം എങ്ങനെ കഠിന വ്യത അനുഭവിച്ചുവെന്നാണ് 19-ാം വാക്യപ്രകാരം? ഉത്തരം ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ. 44 ജനം കൈകൾ ഉയർത്തി ആരെ വിളിച്ചപേക്ഷിച്ചു? ഉത്തരം കാരുണ്യവാനായ കർത്താവിനെ. 45 സ്വർഗത്തിൽ നിന്ന് ജനത്തിൻ്റെ നിലവിളി തൽക്ഷണം ശ്രവിച്ചത് ആർ? ഉത്തരം പരിശുദ്ധനായവൻ. 46 ആറ് വഴി ജനത്തെ രക്ഷിച്ചുവെന്നാണ് പറയുന്നത്? ഉത്തരം ഏശയ്യാ വഴി. 47 കർത്താവ് ആരുടെ പാളയം തകർത്തുവെന്നാണ് പറയുന്നത്? ഉത്തരം അസിറിയക്കാരുടെ. 48 കർത്താവിൻ്റെ ദൂതൻ എന്തു ചെയ്തുവെന്നാണ് പറയുന്നത്? ഉത്തരം അസിറിയക്കാരെ മായ്ച്ചു കളഞ്ഞു. 49 ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിച്ചുവെന്ന് പറയുന്നത് ആരാണ്? 22-ാം വാക്യപ്രകാരം? ഉത്തരം ഹെസക്കിയ. 50 ഏശയ്യാ എങ്ങനെയുള്ള ദർശനത്തോട് കൂടിയവനാണ്? ഉത്തരം വിശ്വാസ്യമായ. 51 ആരുടെ പ്രബോധനമനുസരിച്ചാണ് ഹെസക്കിയ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത്? ഉത്തരം ഏശയ്യായുടെ. 52 ഹെസക്കിയായുടെ പിതാവ് ആർ? ഉത്തരം ദാവീദ്. 53 ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത്? ഉത്തരം ഏശയ്യായുടെ കാലത്ത്. 54 രാജാവിൻ്റെ ആയുസ് ദീർഘിപ്പിച്ചത് ആർ വഴി? ഉത്തരം ഏശയ്യാ വഴി. 55 എന്തിൻ്റെ ശക്തിയാൽ ഏശയ്യാ തൻ്റെ അവസാന നാളുകൾ ദർശിച്ചത്? ഉത്തരം ആത്മാവിൻ്റെ. 56 സിയോനിൽ വിലപിച്ചു കൊണ്ടിരുന്നവരെ ആശ്വസിപ്പിച്ചത് ആർ? ഉത്തരം ഏശയ്യാ. 57 കാലത്തിൻ്റെ സമാപ്തിയിൽ
സംഭവിക്കാനിരുന്ന എന്ത് കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുമ്പ് ഏഷ്യ വെളിപ്പെടുത്തിയത്? ഉത്തരം നിഗൂഢ കാര്യങ്ങൾ. 58. എപ്പോൾ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്തിയത്? ഉത്തരം കാലത്തിൻ്റെ സമാപ്തിയിൽ. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.